സുഹൃത്തുക്കളെ, സന്തോഷമായി. നമ്മളെ ഇന്ത്യയിലെ എംപിമാരെ എല്ലാം ശമ്പളം കൂട്ടി. നമ്മൾ വിചാരിക്കും ഇവർ ശമ്പളം മാത്രമേ ഉള്ളൂ. എന്നാൽ കിമ്പളം എന്ന് പറയുന്ന വകുപ്പ് കൂടെ ഇവർക്കുണ്ട്. അത് അടിയിൽ കൂടെയുള്ള പണിയാണ്. കാരണം നമ്മളൊരു ബസ് സ്റ്റാൻഡിൻ്റെ എം പി ഫണ്ടിൽ നിന്ന് ഒരു ബസ് സ്റ്റാൻഡ് 3-4 ലക്ഷം 4 ലക്ഷം രൂപ ചിലവാക്കി ഉണ്ടാക്കുന്ന ബസ് സ്റ്റാൻഡ് മിക്കവാറും കേവലം ഒരു 60 രൂപ 70 രൂപ 80,000 രൂപ അല്ലെ കൂടിപ്പോൾ 1 ലക്ഷം രൂപ അത്രേ ആവത്തുള്ളൂ. ബാക്കിയെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? പാലം പണിയുന്നു. പാലം പണിയുമ്പോൾ ഒരാഴ്ച 1 മാസം കഴിയുമ്പോൾ പാലം താഴെ പോകുന്നു. ഇതെല്ലാം പൈസ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ വെറും മണ്ടന്മാരായിരിക്കും. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന നമ്മളെ അമ്മമാർ തെരുവില്ല, ആശാ വർക്കർമാർ തെരുവില്ല. തുച്ഛമായ പൈസ അത് കൂട്ടാൻ അവർക്ക് വയ്യ. ഇപ്പോൾ എം പി ഫണ്ടിൽ നിന്നാകുമ്പോൾ ഒരുപാട് പൈസ അവരുടെ അടിയിൽ കൂടെ പല ആൾക്കാർക്ക് ആ പൈസ കിട്ടും. അത് യാഥാർത്ഥ്യമാണ്, എല്ലാ ജനങ്ങൾക്കും അറിയുന്ന കാര്യം. പ്രത്യേകിച്ച് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് 31,000 ഉയർത്തിയിട്ടുണ്ട്. 2018 അവസാനമായി ഈ ശമ്പളം പരിഷ്കരിച്ചത്. അന്ന് 1 ലക്ഷം രൂപയായി ശമ്പളം ഉയർത്തുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 7 വർഷം